ഇനി ഒരു ദിവസം മാത്രം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചോ എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന സമയം കൂടിയാണിത്. നിമിഷപ്രിയ മോചിതയാകുമോ എന്നുള്ള ചോദ്യത്തിന് ഇന്നൊരു ദിവസം മാത്രമാണ് ഇനി ഉത്തരം കിട്ടാനുള്ളത്. നാളെയാണ് നിമിഷപ്രിയയ്ക്ക് യമനിലെ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ കുറ്റം അതീവ ഗൗരവമായതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയില്ല എന്നാണ് യമനിലെ കോടതി തന്നെ പറയുന്നത്. അതായത് യമൻ പൗരനായ തലാലിനെ മയക്കുമരുന്ന് നൽകി, മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തിയതിനു ശേഷം കഷ്ണങ്ങളായി വെട്ടി നുറുക്കി അതിനുശേഷം പ്ലാസ്റ്റിക് കവറിലാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്ന അതീവ ഗുരുതരമായ കുറ്റമാണ് നിമിഷപ്രിയക്കെതിരെ കോടതി ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യമനിലെ ഒരു പ്രത്യേകത അനുസരിച്ച് അവിടെ കൊലക്കുറ്റം വധശിക്ഷയ്ക്കപ്പുറം മറ്റൊന്നുമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. കൊലക്കുറ്റം ചെയ്താൽ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് യമനിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്. ഒന്നുകിൽ ഈ ആരെയാണോ കൊന്നത് ആ കുടുംബത്തിലെ അംഗങ്ങൾ ഈ കൊല ചെയ്ത പ്രതിക്ക് മാപ്പ് നൽകണം, അല്ലെങ്കിൽ ദയാധനം അതായത് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് ഇവരെ മോചിപ്പിക്കുക എന്ന രീതി അവർ കോടതിയിൽ അറിയിക്കണം. ഇനി അതിന് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഈ വധശിക്ഷ മരവിപ്പിക്കണം എന്ന നിമിഷപ്രിയയുടെ അമ്മ യമനിലെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലും തീരുമാനം എത്രത്തോളം ഉണ്ടാകും എന്നറിയില്ല. കാന്തപുരത്തിന്റെ ഇടപെടലാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമെന്ന് പറയുന്നത്. കാന്തപുരം യമനിലെ ഒരു ഷെയ്ഖുമായും മതപുരോഹിതന്മാരുമായും മതപണ്ഡിതന്മാരുമായും ഒക്കെ ചർച്ച നടത്തി. മാത്രമല്ല തലാലിന്റെ കുടുംബവുമായി ഒക്കെ സഹോദരനുമായൊക്കെ ചർച്ച നടത്തി. ഇതുവരെ അവർ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറായിട്ടില്ല. അത് അവരുടെ അഭിമാന പ്രശ്നമെന്നാണ് അവർ പറയുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കുടുംബത്തിലെ ഒരു വിഭാഗം ആളുകൾ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് ഈ കേസ് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ മോചിപ്പിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്കി ആളുകളൊക്കെ വധശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് വീണ്ടും ചില അഴിയാക്കുരുക്കായി മാറുന്നത്. ഇതിൽ കൂടുതൽ ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. നമുക്കറിയാം 2017 നിമിഷപ്രിയയെ യമനിലെ കോടതി ശിക്ഷിക്കുന്നത്. 2018 വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ഈ മാസം 16 അതായത് ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കണം എന്ന് കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ജയിലിലേക്ക് കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ജയിൽ അധികൃതർക്ക്. അപ്പോൾ അവർക്കത് നടപ്പാക്കിയേ പറ്റൂ. ഈ വധശിക്ഷയ്ക്ക് ഒരു സെക്കൻഡ് മുന്നേ വരെ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം എന്നുള്ളതാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വധശിക്ഷ ഒരിക്കലും അംഗീകരിക്കുന്ന രാജ്യമല്ല. ജീവപര്യന്തത്തിനപ്പുറം വധശിക്ഷ നൽകുന്നത് വളരെ തെറ്റാണ് എന്ന് കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ മറ്റു രാജ്യങ്ങൾ അങ്ങനെയല്ല. അവർ അതിക്രൂരമായ രീതികളാണ് സ്വീകരിക്കുന്നത്. പരസ്യമായി തലവെട്ടുക, ബലാത്സംഗം ചെയ്തവരുടെ ലിംഗം പരസ്യമായി മുറിച്ചു കളയുക, അവരെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുക, ഈ വെടിവെച്ച് കൊല്ലപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിൽ പല രീതികളും അവർ ഇപ്പോഴും പിന്തുടർന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം യമൻ എന്ന് പറയുന്നത് ഹൂത്തികളുടെ ഒരു രാജ്യമാണ്. അപ്പോൾ അവരുടെ പൗരനായ ഒരാളെ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന ഒരു സ്ത്രീ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അവർ അനുഭവിക്കുന്ന ഒരു വേദന, ആ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദനയൊക്കെ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഏത് തരത്തിലേക്ക് അത് നീങ്ങുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ചർച്ചകൾ ആശാവഹമാണെന്നും ചൊവ്വാഴ്ച നടക്കുന്ന തുടർ ചർച്ചയിൽ സന്തോഷകരമായ അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാമെന്നും ഇവിടുന്ന് പോയ ഒരു പ്രതിനിധി കാന്തപുരത്തെ അറിയിച്ചിട്ടുണ്ട്. മാപ്പ് നൽകുന്നതിൽ കുടുംബത്തിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഏക അഭിപ്രായത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത്. ചാണ്ടി ഉമ്മൻ MLA ഇടപെടലിനെ തുടർന്നാണ് വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടത്. ചർച്ചയിൽ പുരോഗതി ഉള്ളതായി കാന്തപുരത്തിന്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷൈഖ് ഹബീദ് ഉമ്മറിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. തെക്കൻ യമനിലെ ഗോത്ര കേന്ദ്രത്തിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ഷൈഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്തൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവർ പങ്കെടുത്തിട്ടുണ്ട്. ഈ തലാൽ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾ കൂടിയാണ്.
ബ്ലഡ് മണി സ്വീകരിച്ച് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്നാണ് ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ കുടുംബം അനുകൂല പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ചർച്ച ഈ ദിവസവും തുടരുകയാണ്. യമനിൽ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്നതിനാൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഫലപ്രദമാകാത്ത സാഹചര്യമാണുള്ളത്. വിഷയം എത്തിയപ്പോൾ കേന്ദ്ര സർക്കാരും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാർ യമൻ സർക്കാരുമായി തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും വധശിക്ഷ നീട്ടിവെക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും ഈ വാദം തുടരുന്ന സമയത്ത് നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ പ്രതിനിധിയായ അറ്റോർണി ജനറൽ വെങ്കട്ട് രമണി സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ജൂലൈ 14 തിങ്കളാഴ്ച കേന്ദ്ര സർക്കാരിന്റെ പങ്ക് വിശദീകരിക്കുകയായിരുന്നു അറ്റോർണി ജനറൽ. ഈ കേസിൽ ഇടപെടാനുള്ള സർക്കാരിന് പരിമിതികളുണ്ട്. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ല. അതിനാൽ തന്നെ അവിടെ ഇന്ത്യക്ക് ഒരു സ്ഥാനപതി കാര്യാലയവുമില്ല. ഇക്കാരണത്താൽ നയതന്ത്രത്തിൽ ഇടപെടാൻ ഇന്ത്യക്ക് പരിമിതികളുണ്ട്. ആഭ്യന്തര യുദ്ധം കൊണ്ട് കലുഷിതമായ യമനിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാൻ ബുദ്ധിമുട്ടാണെന്ന് നിമിഷപ്രിയ കേസിൽ വാദം കേൾക്കുന്ന ജസ്റ്റിസ് സന്ദീപ് മേത്ത നയിക്കുന്ന ബെഞ്ചിന് മുൻപാകെ വെങ്കട്ട് രമണി ബോധിപ്പിച്ചു. കൊല ചെയ്യപ്പെട്ട യമൻ പൗരനായ തലാലിന്റെ കുടുംബം ദിയാധനം, അതായത് ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ ആവശ്യപ്പെട്ട ബ്ലഡ് മണി നൽകിയ കേസ് അവസാനിപ്പിക്കുക മാത്രമാണ് പോംവഴി എന്ന് അറ്റോർണി ജനറൽ കോടതി അറിയിച്ചിട്ടുണ്ട്. സനയിലെ സെൻട്രൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ ജൂലൈ 16 ചൊവ്വാഴ്ച വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വധശിക്ഷ നീട്ടിക്കിട്ടാൻ വേണ്ടി പരമാവധി ശ്രമം കേന്ദ്ര സർക്കാർ തുടരുന്നുണ്ട്. കേസിൽ സുപ്രീം കോടതി ഇനി ജൂലൈ 18 വാദം തുടരുന്നത്. കേസിൽ കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടൽ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് സുപ്രീം കോടതിയെ ഹർജിയുമായി സമർപ്പിച്ചത്. ഈ കേസിൽ കേന്ദ്ര സർക്കാർ നയതന്ത്ര ചാനലുകൾ ഉപയോഗപ്പെടുത്തി നിമിഷപ്രിയയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ആകുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പൗരയായ ഒരാളെ മറ്റൊരു രാജ്യത്തെ വധശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാൻ ഒരു സർക്കാരും തയ്യാറാകില്ല. ചാണ്ടി ഉമ്മന്റെ കൂടി നിർബന്ധപ്രകാരമാണ് കാന്തപുരം ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. എല്ലാവരുടെയും പ്രതീക്ഷ, എല്ലാവരും പറയുന്നത് നിമിഷപ്രിയ മോചിതയായി തിരിച്ചു വരണം. ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നുണ്ട്, അവരുടെ ഭർത്താവ് അവരെ കാത്തിരിക്കുന്നു. എല്ലാത്തിനും ഉപരി അവരെ പ്രസവിച്ച അമ്മ, ആ അമ്മയുടെ ഒരു ദുഃഖമെന്ന് പറയുന്നത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ആ അമ്മ അനുഭവിക്കുന്ന വേദന, നാളെ തൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള വേദന. സത്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അതുണ്ട്. അവർ മറ്റൊരു രാജ്യത്ത് പോയി തെറ്റ് ചെയ്തോ ഇല്ലേ അതൊന്നും നമുക്കറിയില്ല. നമ്മുടെ രാജ്യമാണെങ്കിൽ നമുക്കതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിമിഷപ്രിയ തെറ്റ് ചെയ്തില്ലേ എന്ന് പോലും നമുക്കറിയില്ല. അവർ നിരപരാധിയാണോ, അവർ പെട്ടുപോയതാണോ, അവരെ മാനസികമായി ലൈംഗികമായും ഉപദ്രവിച്ച് ലൈംഗിക അടിമയാക്കി വച്ചിരുന്നത് സഹിക്കാൻ കഴിയാതെ എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചാണ് ആ സ്ത്രീ മയക്കുമരുന്ന് കുത്തിവെച്ചത്. അതിനുശേഷം നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോഴും ലോകത്തിനറിയില്ല. ഈ യമൻ കോടതി പറയുന്നത്, യമനിലെ പോലീസ് പറയുന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക വ്യക്തത എന്ന് പറയുന്നത്. അതിലും കൃത്യമായ വ്യക്തതയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്തായാലും കാന്തപുരം അബൂബക്കറൊക്കെ ഇടപെട്ട സ്ഥിതിക്ക് ഇതിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ നമുക്ക് അർപ്പിക്കാം. കാരണം നമ്മളൊക്കെ രാവിലെ ഉണരുമ്പോൾ തന്നെ ആദ്യം നോക്കുന്നത് നിമിഷപ്രിയയുടെ വാർത്തകളാണ്. എന്തെങ്കിലും മുന്നോട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ടോ, ചർച്ചകൾ ഫലപ്രദമായിട്ടുണ്ടോ, അതിൽ ഫലം കണ്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, നിമിഷപ്രിയ മോചിതയാകട്ടെ എന്ന് തന്നെ നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം.